എന്തൊരവസ്ഥയാണോ, എങ്ങോട്ട് ഇറങ്ങിക്കൂടാ, മൊത്തം കട. 2 ദിവസം കഴിഞ്ഞ പണിയെടുത്ത്. ഇങ്ങനെ എന്നാ ചെയ്യാ? എനക്കൊന്നും തിരിയുന്നില്ല എന്നാ ചെയ്യേണ്ടത്. ഞാനും ഒരിക്കലും കടന്നു ചേർന്ന ഒരു നമുക്ക് ഒന്നും നടക്കും തോന്നില്ല. തടിയാകാൻ പറ്റും ഒരുത്തനും. എന്നിട്ടാണെങ്കിലോ അമ്പരം മൊത്തം പറയുകയും ചെയ്യും. ഇവിടെ ബംഗാളികളെ ഉപയോഗിച്ച് ഇവിടുന്നല്ല പൈസ അവരുടെ നാട്ടിലേക്ക് പോകുന്നത്. അല്ല സുഭാഷേട്ടാ, നിങ്ങൾ ഈ പറയുന്നല്ലേ, നിങ്ങൾ എവിടെയും പോകുന്നതാണെങ്കിലല്ലോ. എടാ നീ എടുത്ത് കുടിച്ചാട്ടെ, അതേടി വെച്ച് നീ അത് താഴെ പോയി ക്ലാസ്സിന്റെ വിഷയം കൊടുക്കുന്നുണ്ട്. എടാ അനക്ക് പണിക്കോൻ ഇഷ്ടക്കുറവുകൊണ്ടല്ല, എനിക്കറിയില്ല, അലർജിയുടെ പ്രശ്നമല്ലേ. ഇവർക്ക് മഴ അലർജിയാണ്, വെയിൽ അലർജിയാണ്, മഞ്ഞ അലർജിയാണ്. വെയിൽ കൊള്ളാൻ പറ്റൂല, മഞ്ഞ് കൊള്ളാൻ പറ്റൂല, മഴയും കൊള്ളാൻ പറ്റൂല. പിന്നെ നെയ്യ, പിന്നെ ആകെ ഉള്ളത് ഉപദേശിക്കലാണ് അല്ലേ? എടാ ഇന്നോടൊന്നും പറഞ്ഞിട്ട് ആരില്ലടാ, കളിയാക്കാനാണ് എനിക്കൊന്നറിയാം. സുരേട്ടാ പറ്റില്ലാതിരിക്കാ. അയാൾ എന്തെങ്കിലും ഒരു കാരണം ഉണ്ടാക്കി പോകാൻ തന്നെയാണ്. പൈസയെ കൊടുക്കൂല, ഇപ്പൊ ഇങ്ങനെയാ പറ്റാന്ന്. ഞാൻ ചായ എടുത്ത് കുടിച്ചാട്ടെ, ഉറുമ്പ് വട്ടമടിക്കുന്നതായിരിക്കും. എന്റെ ചായ മാത്രമേ ഉള്ളൂ. സുരേട്ടാ 2 ചായ വൈകുന്നേരം നോക്കിട്ട് തരാം. ഇന്നവിടെ ചെയ്യണ്ട്. ആർക്കാർക്ക് നാളെ കുറീന്റെ പൈസ കിട്ടിയ നാളെ ഒരു രക്ഷയില്ല. പണിയൊന്നും ഇട്ട് രക്ഷപ്പെടാൻ പറ്റില്ലേ? എന്തെങ്കിലും കീപ്പിച്ചിട്ട് പരിപാടി നോക്കണം. എന്നൊരു കാര്യം ചെയ്യാം, ഞാൻ ഇങ്ങോട്ട് പോവാ. വേറെ പോയെ ഈ പാടാ പോയക്കാർക്ക് വീട്ടിൽ പോയി ചീക്കട്ട് ഒന്നരാളെ വിളിക്കാനുണ്ട്. ഓള് സൂര്യൻ തരൂല ചങ്ങായി. കൊച്ച നാടി കാറ്റും കൊണ്ടിട്ട് വൈകുന്നേരം ഉച്ചക്ക് ചോറുന്നാ പോവാ. കയ്യല്ല പന്നി കൂട്. നീ ബാപ്പാ, നീ പോട്. എനക്ക് വാടാ ബാ, നടക്ക് കുറച്ചഞ്ച് വാങ്ങും നടക്കുന്നല്ലേ. എന്തിനാണോ ഈ കാട്ടിലോട്ട് ഒരു ചൂണ്ടയും കരുതി നിനക്ക് ചൂണ്ടയിടയും. വേറെ പണിയൊന്നുമില്ലല്ലോ. സുഖലുണ്ടടാ, പക്ഷെങ്കില് ഈ പുഴക്കല്ല ഇരുന്നാല് നമ്മളെ കാര്യമൊന്നും നടക്കൂല. അതുകൊണ്ടാണ് വീട്ടിൽ പോയ ഓളെ ചൊറിച്ചിലാണ്. എന്നാടേ മാലയാ? അത് സ്വർണ്ണം ആയിരിക്കില്ല ചങ്ങായി. കോളേജ് കുട്ടികൾ ഇവിടുന്ന് ഇല്ലാന്ന് സ്റ്റെപ്പ് കൂടെ തന്നെ അല്ലണ്ടോ, ഇല്ലേ കൂടെ ഇറങ്ങുന്നതാണ്. സ്വർണ്ണം ഒന്നും ആവാൻ വഴിയില്ല. നീ ബാ. നീ കൊറേ സമയമല്ല നോക്കുന്നത്, സ്വർണ്ണം ഇപ്പ വയ്യ. നീയല്ലേ പറഞ്ഞ മുക്കാന്ന്. നീ പറഞ്ഞ ശരി തന്നെയാ. അതിലിടക്കെന്നെ സംഭവിച്ചായിരിക്കും, ഈ പറഞ്ഞ റൂട്ട് തന്നെയായിരിക്കും. പക്ഷെ ഇത് തനി സ്വർണ്ണമാണ്. ഈ ഹോൾമാർക്ക് നോക്ക് നീ, മനസ്സിലായ? നമ്മളെ പ്രാർത്ഥന ദൈവം കേട്ട് തൽക്കാലം നമുക്ക് പിടിച്ചിരിക്കല്ലേ. നമ്മളെയല്ല, എന്റെ പ്രാർത്ഥന ദൈവം കേട്ട്. നമ്മളല്ല, ഇത് അനക്കാ കിട്ടീനി. എന്നാ ശരി. അതെന്ത് നോക്കാ? എന്ത് നോക്കാ? നീ കൈമാറ്റേ. ഇത് അനക്ക് കിട്ടണം എന്നുള്ളത് യോഗാന്ന്. നീ ഒറ്റക്ക് വന്നാൽ ഇതിലൂടെ കിട്ടാൻ പോകുന്നില്ല. ഇതിലൊരു യോഗം വേണം, മനസ്സിലായാ? കൈമാറ്റ് നീ. ഇതിലൊരു യോഗം വേണ. പോടാ നീ. അതെങ്ങനെയാ നീ ഒറ്റക്ക് പോവാ? അന്റെ പുറകെ വരാൻ ശ്രമിക്കണ്ട നീ. ഞാൻ പറഞ്ഞിട്ടില്ലെന്നുണ്ടോ? ഇനി എന്റെ പുറകെ നീ വരണ്ട. ഞാൻ ഒന്നുകൂടി പറഞ്ഞ വരണ്ടെന്ന് പറഞ്ഞ വരണ്ട. നീ കൊണ്ടുപോയിക്കടാ, നീ കൊണ്ടുപോയിക്കോ. ഒരു തരി പൊന്നു കിട്ടിയാലോ ചെങ്ങായിരം വേണ്ടല്ലേ. എനിക്കതിനെ കൊണ്ട് കുണം പിടിക്കൂടാ, കുണം പിടിക്കൂല നീ.
ഇതൊന്നും നോക്കണമായിരുന്നു. ഇതെവിടെ കിട്ടി? നമ്മള് ഒരു റിലേഷൻ തന്നെ. അതെയാ? ഇത് സ്വർണ്ണമല്ല കേട്ടോ. നിങ്ങള് ഇതൊന്നുകൂടെ ഒന്ന് നോക്ക്. ഇല്ല, ഇത് സ്വർണ്ണമല്ല. ഇത് നിങ്ങൾ ആരെങ്കിലും പറ്റിച്ചതാണെന്ന് അറിയില്ല. പിന്നെ നമുക്കറിയാലോ, നമ്മളിത് കാലം കുറെ ആയില്ലേ, ഇത് ഇവിടെ നടക്കില്ല. എല്ലാരും നീടില്ലത്. ഇനി എത്ര സമയം വിളിക്കുന്ന സ്വീറ്റ്? എന്റെ അമ്മ കുഴഞ്ഞു കൊണ്ട് ഓനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. ഇനി എത്ര പെട്ടെന്ന് ഓനെ വിളിച്ചോട്ടെ. ഏവോ ഹലോ സ്വീറ്റ്, അമ്മക്കെന്താ പറ്റിയേ? നീടിയില്ലേ? എടാ ഇന്ന് ഞാൻ എത്ര സമയമായിട്ട് വിളിക്കുന്നത്. അമ്മയൊന്ന് കുഴഞ്ഞു പോലെയാന്ന്. പേടിക്കാനൊന്നുമില്ല, ചിലപ്പോ ഇടുന്നൊന്ന് മാറ്റേണ്ടി വരും, കണ്ണൂർ കൊണ്ടുപോയി വരും. ഡോക്ടറിലൊന്ന് നോക്കുന്നുണ്ട്. പിന്നെ ഞാൻ അവിടെ നിന്ന് തിരുവനന്തപുരമാക്കി തൽക്കാലത്തേക്കുള്ള ആക്കിനി. പിന്നെ എനിക്ക് പൈസ ഉണ്ടാവല്ലോ, സാധനം കൊടുത്തിട്ടില്ലേ. എടാ സോറിയടാ, അത് വിൽക്കാൻ പറ്റിയിട്ടില്ല. നീ പറഞ്ഞാൽ ശരി, അത് മുക്ക തന്നെയാണ്. ആ സമയത്ത് ഞാൻ എന്തെല്ലോ ചിന്തിച്ചു പോയി. ഞാൻ എന്റെ കാര്യം മാത്രമേ ഓർത്തിട്ടുള്ളൂ. എടാ നീ ക്ഷമിക്കടാ, ഞാൻ പെട്ടെന്ന് എത്തി. നീ അതൊന്നും വിഷയാക്കണ്ട, നമുക്ക് ഇടുന്നെങ്കിൽ തിരി പറയേക്കാം. നീ നമ്മൾ ആരോഗ്യ കേന്ദ്രത്തിൽ ഞാൻ, നീ പെട്ടെന്ന് ഇങ്ങോട്ട് വാ, കിട്ടുന്ന വണ്ടി കയറി വേഗം വാ. ശരി.